കേരളം വലിയൊരു ദുരന്തത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്റർനെറ്റ് കിട്ടുന്ന മൊബൈൽ ഫോൺ വലിയൊരു സാങ്കേതിക വിപ്ലവം ഉണ്ടാക്കുമെന്നായിരുന്നു നമ്മൾ കരുതിയിരുന്നത്. എന്നാൽ ഇതുകൊണ്ടുണ്ടാകുന്ന ദൂഷ്യഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പണ്ടൊക്കെ നമ്മുടെ വീട്ടിലെ പ്രായമായവർക്ക് നമ്മൾ മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുത്തിരുന്നത് പ്രധാനമായും 2 കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മളുമായി പെട്ടെന്ന് കണക്ട് ചെയ്യാമല്ലോ എന്ന് കരുതി. പിന്നെ ഈ മാറുന്ന ലോകത്തിനനുസരിച്ച് അറിവുകൾ അവരുടെ വിരൽത്തുമ്പിൽ എത്താൻ വേണ്ടി. നിങ്ങളുടെ കുട്ടികൾ ഇന്റർനെറ്റ് ഉപയോഗിച്ച് വഴിതെറ്റിപ്പോകാതിരിക്കാനായി നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. എന്നാൽ നിങ്ങളുടെ വീട്ടിലെ അമ്മാവന്മാരുടെയും അപ്പൂപ്പന്മാരുടെയും കാര്യത്തിൽ നിങ്ങൾ ഈ ജാഗ്രത പുലർത്താറുണ്ടോ? വെൽക്കം ടു എ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് ബൈ റിഡക്റ്റീവ്. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഇന്റർനെറ്റ് യുഗത്തിൽ ആളുകളെ ടാർഗറ്റ് ചെയ്യുന്ന മാഫിയകളെ കുറിച്ചാണ്. എല്ലാവരെയും ഇത് ഒരേപോലെ ബാധിക്കാൻ സാധ്യതയുണ്ടെങ്കിലും പ്രധാനമായും സവർണ ക്രിസ്ത്യൻ നായർ കുടുംബങ്ങളിലെ അമ്മാവന്മാരെയാണ് ഈ ഗൂഢസംഘം ലക്ഷ്യം വയ്ക്കുന്നത്. പണ്ടൊക്കെ വാർത്തകളറിയാൻ ഏഷ്യാനെറ്റും മനോരമയും കണ്ടിരുന്ന നമ്മുടെ അമ്മാവന്മാർ ഇപ്പോൾ വാർത്തകൾ കാണാനായി യൂട്യൂബിലേക്ക് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഇവർ യൂട്യൂബിലേക്ക് അപ്ഡേറ്റ് ആയെങ്കിലും അവരുടെ മനസ്ഥിതിക്ക് യാതൊരു അപ്ഡേറ്റും ഉണ്ടായിട്ടില്ല. ഭൂമി ഉരുണ്ടതാണെന്നത് നാസ പ്രൊപ്പഗാൻഡയാണെന്നും രാത്രി 12 മണിക്ക് ശേഷം ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചില്ലെങ്കിൽ ജിഹാദികൾ സൂര്യരശ്മികൾ അയച്ച് നമ്മളുടെ ഫോൺ തകർക്കുമെന്നുമൊക്കെ വാട്സാപ്പ് വഴി പ്രചരിപ്പിച്ച് നമ്മളെ അമ്മാവന്മാരെ പറ്റിച്ചിരുന്നവർക്ക് യൂട്യൂബ് തുടങ്ങാനുള്ള അവസ്ഥയുണ്ടായതിനു ശേഷമാണ് ഈ പ്രശ്നം കൂടുതൽ ഗുരുതരമായി മാറിയിരിക്കുന്നത്. ചാറ്റ് ജിപിയുടെ വരവോടുകൂടി ഡീപ് റിസർച്ച് എന്നും പറഞ്ഞ് ആളുകളെ പറ്റിക്കാൻ കൂടുതൽ എളുപ്പമായിരിക്കുന്നു. അത്തരമൊരു വീഡിയോയിലേക്കാണ് ഇന്ന് റിഡക്റ്റോ പ്രേക്ഷകരുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. ഓഗസ്റ്റ് 2025 ഗാസയിൽ ക്ഷാമമുണ്ടെന്ന് റിപ്പോർട്ട് വന്നിരുന്നു. മിക്ക മനുഷ്യാവകാശ സംഘടനകളും ഗാസയിൽ നടക്കുന്നത് വംശഹത്യയാണെന്ന് അംഗീകരിച്ചതിനോട് ചേർന്നാണ് ഈ റിപ്പോർട്ടും പുറത്തു വന്നത്. അപ്പോൾ തന്നെ ഈ തട്ടിപ്പ് സംഘം ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് വർഷങ്ങളായി ഇതിൽ എക്സ്പെർട്ടൈസ് ഉള്ളവർ ഉണ്ടാക്കുന്ന റിപ്പോർട്ടുകൾ യൂട്യൂബിലിരുന്ന് ഡീബങ്ക് ചെയ്യാമെന്നൊരു പ്രതീതി സൃഷ്ടിക്കുകയാണ് ചെയ്തത്. അതിനായി ആദ്യം അവർ ചെയ്തെന്താണ്? ഞങ്ങൾ ഭയങ്കര റിസർച്ചൊക്കെ ചെയ്യുന്നവരാണ് കേട്ടോ എന്ന സർട്ടിഫിക്കേഷൻ സ്വയം നൽകുകയാണ് ചെയ്തത്. ഞാൻ നമ്മളുടെ റിസർച്ച് വിങ്ങിൽ ഇപ്പോൾ നമ്മുടെ ഡോക്ടർ അത് എഴുതിയിട്ട് ഞാൻ തന്നെ അത് അപ്രൂവ് ചെയ്തുകൊണ്ട് കാര്യമുണ്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ചില ഹോമിയോപ്പതി സംബന്ധിച്ചുള്ള ചില പേപ്പേഴ്സ് നമ്മൾ പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തു, ഇങ്ങനെ സബ്മിറ്റ് ചെയ്തപ്പോൾ നമുക്ക് പീർ റിവ്യൂയിങ്ങിൽ നമുക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക് എന്താണെന്നറിയോ? ലാംഗ്വേജ് ഇത് പറ്റില്ല എന്നാണ് നമ്മളോട് പറയാം. അങ്ങനെ 2, 3, 10 തവണയൊക്കെ നമ്മൾ റിവ്യൂ ചെയ്തിട്ടുണ്ട് ഓരോ പേപ്പർ ഇതുപോലെ കൊടുത്തിട്ട്. 2 വർഷമൊക്കെ പീർ റിവ്യൂയിങ്ങിന് കടന്നിട്ടുള്ള പേപ്പറുകളുണ്ട്. ഇപ്പോഴും പബ്ലിഷിങ്ങിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന പേപ്പറുകളുണ്ട്. പിന്നെ ഞാൻ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഞാനും പഠിച്ചിട്ടുണ്ട്. ഞാനും ബയോസ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഞാൻ പഠിച്ചത്. ഞാൻ പഠിച്ചിരിക്കുന്നത് ഇവിടെ നിംഹാൻസിൽ പോയിട്ട് ഒരു വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യുകയാണ് ചെയ്തത്. അതിന്റെ സർട്ടിഫിക്കറ്റും എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ഓക്കെ, ഞങ്ങൾ ഭയങ്കര റിസർച്ചറാണ് എന്ന് പറഞ്ഞതിന് ശേഷം ഇവർ എന്താണ് ചെയ്യുന്നത്? വർഷങ്ങളായി റിപ്പോർട്ട് ഉണ്ടാക്കിയവർ ചെയ്യുന്ന പണി അവർക്കറിയില്ല എന്ന് സ്ഥാപിക്കാനാണ് ശ്രമിച്ചത്. അതിന് ഉദാഹരണമായി അവർ മുന്നോട്ട് വയ്ക്കുന്നത് എന്താണ്? IPC സ്വന്തം സ്റ്റാൻഡേർഡ്സ് എടുത്ത് കളഞ്ഞു എന്നാണ്. ക്ലാസിഫിക്കേഷൻ റിക്വയർസ് R2, അതായത് ഡയറക്റ്റ് എവിഡൻസ് ഓൺ ഓൾ ദ 3 ഔട്ട്കംസ്: ഫുഡ് കൺസംഷൻ, ലൈവ്ലിഹുഡ് ചേഞ്ച്, ന്യൂട്രീഷൻ സ്റ്റാറ്റസ് ആൻഡ് മോർട്ടാലിറ്റി. ഇത് 3ലും ഡയറക്റ്റ് എവിഡൻസ് ഉണ്ടായിരിക്കണം. ആൻഡ് MUAC ഈസ് നോട്ട് എ ഡയറക്റ്റ് എവിഡൻസ്. Evidence for nutritional status only includes reliable data on GAM-based WHC or edema. ഇത് മാത്രമേ എടുക്കുള്ളൂ. പാമിൻ ലൈക്ലി ആണെങ്കിൽ ഇവർ പറയുന്നുണ്ട് MUAC ഉപയോഗിക്കാം, അതിന്റെ കട്ട് ഓഫ് 15% ആണെന്ന്. അതിനായി അവർ കൊണ്ടുവരുന്നത് R2 ലെവൽ എവിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അതിനെ ക്ഷാമമായി പരിഗണിക്കാൻ കഴിയൂ എന്ന വാദമാണ്. ഇതിൽ എന്താണ് ശരിക്കും വാസ്തവം? IPC തെളിവുകൾ റേറ്റ് ചെയ്തിരിക്കുന്നത് R2, R1, R0 എന്നിങ്ങനെയാണ്. ഇതിൽ ഹൈ ക്വാളിറ്റി എവിഡൻസ് ആയി കണക്കാക്കപ്പെടുന്നത് R2 ആണ്. അതിനുശേഷം R1, അതിനുശേഷം R0. ഫാമിനായി ക്ലാസിഫൈ ചെയ്യണമെങ്കിൽ R2 ലെവൽ എവിഡൻസ് വേണമെന്നാണ് ഇവർ പറയുന്നത്. ഇത് ആളുകളെ പറ്റിക്കുന്ന പരിപാടിയാണ്. R2 ലെവൽ എവിഡൻസ് എന്ന മാനദണ്ഡം വേണ്ടത് സാധാരണ സ്ഥലങ്ങളിൽ നടക്കുന്ന ക്ഷാമത്തിനാണ്. ഹ്യൂമാനിറ്റേറിയൻ ആക്സസ് എത്തിപ്പെടാൻ കഴിയാത്ത സ്ഥലങ്ങളിൽ RO ലെവൽ മതി എന്നാണ് IPC അവരുടെ ടെക്നിക്കൽ മാനുവലിൽ പറയുന്നത്. വീഡിയോ കാണുന്ന ആൾക്കാരുടെ ഇഗ്നോറൻസിനെ ചൂഷണം ചെയ്താണ് അവരിത് പറയുന്നത്. കാരണം ആരും പോയി ടെക്നിക്കൽ മാനുവൽ എടുത്തു വച്ച് വായിക്കില്ലല്ലോ. ഇതിൽ IPC ഗാസയിൽ കൊണ്ടുവന്ന എവിഡൻസ് ലെവൽ R1 എന്നാണെന്ന് ആലോചിക്കണം.
അതായത് മാനുവൽ നിശ്ചയിച്ച ത്രഷോൾഡിന് മുകളിലുള്ള ക്വാളിറ്റിയിൽ നിൽക്കുന്ന തെളിവാണ് IPC ഗാസയിൽ കൊണ്ടുവന്നതെന്ന്. ഇതിലെ ഒന്നാമത്തെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ ഇസ്രായേല് വാദികളുടെ ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇവന്മാര് ഒരിടത്ത് ഉറച്ചു നിൽക്കുന്ന ഒരു സ്വഭാവം ഇല്ല. രണ്ട് വഞ്ചിനും കാര്യം വെച്ചാൽ നിൽക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഇസ്രായേല് ഇവിടെ ഡേറ്റ എടുക്കാനായിട്ടുള്ള ഒഫീഷ്യൽസിനെ, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഒഫീഷ്യൽസിനെ കടത്തിവിടില്ല, ജേർണലിസ്റ്റുകളെ കടത്തിവിടില്ല, അവിടെയുള്ള ജേർണലിസ്റ്റുകളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇവരുടെ രീതി എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള സമയത്ത് എങ്ങനെ നമുക്ക് ഡയറക്റ്റ് എവിഡൻസ് അവിടെ പോയി മെഷർ ചെയ്യാനോ കണ്ടെത്താനോ കഴിയും? അപ്പൊ സ്വാഭാവികമായിട്ട് ഇത്തരം സാഹചര്യങ്ങളിൽ IPC സാധാരണ ചെയ്യുന്ന പോലെ തന്നെ അവർ ഇൻഡയറക്റ്റ് എവിഡൻസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഇൻഫറൻസ് ടു ദി ബെസ്റ്റ് എക്സ്പ്ലനേഷൻ ആണ് നടത്തുന്നത്. നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള അനുമാനം ഇൻഡയറക്റ്റ് എവിഡൻസിൽ വെച്ച് നടത്തുകയാണ് ചെയ്യുന്നത്. ഇത് സയൻസിന് അന്യമായിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. സയൻസിൽ വളരെ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു പ്രാക്ടീസാണ് ഇൻഡയറക്റ്റ് എവിഡൻസിൽ റിലൈ ചെയ്തുകൊണ്ട് റീസണബിൾ ഇൻഫറൻസുകളിലേക്ക് എത്തുക എന്നുള്ളത്. അത് മനസ്സിലാക്കാനായിട്ട് വേറെ എവിടെയും പോകണ്ട. ഇവൻ ഈ ആരിഫ് ഹുസൈൻ എന്ന് പറയുന്നവൻ കുറെ റിസർച്ച് ചെയ്തിട്ടുണ്ട്, ഞാൻ വലിയ റിസർച്ചർ ആണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഇവന്റെ പേരുള്ള പേപ്പറുകൾ പോയി പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൽ തന്നെ ഇത്തരം ഇൻഡയറക്റ്റ് എവിഡൻസിൽ റിലേ ചെയ്തിട്ടുള്ള പഠനങ്ങളാണ് അതെല്ലാം. ഡയറക്റ്റ് ആയിട്ട് ഈ ഹോമിയോപ്പതിയുടെയും മറ്റു വിഷയങ്ങളുടെയും പഠനം നടത്താനായിട്ട് ഇന്ത്യയിൽ സാഹചര്യമില്ല എന്ന് അറിയുന്നത് കൊണ്ട് തന്നെ ഇൻഡയറക്റ്റ് എവിഡൻസുകൾ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ പഠനങ്ങളാണ് ഇവന്റെ പേരും വെച്ച് വന്നേക്കുന്നത്. അതവൻ അറിയാത്തത് എനിക്ക് യാതൊരു സംശയമില്ല. കാരണം 10 വയസ്സുടെ വിവരമുള്ളവനല്ല അവൻ എന്നുള്ളത് എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ്. അത് നിങ്ങൾ ഈ വീഡിയോ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഇവൻ ഈ എവിഡൻസുകൾ ഇവരുടെ ഡേറ്റ എടുത്ത് കീറിമുറിച്ച് പരിശോധിക്കുന്നുണ്ട്. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവനൊരു 10ാം ക്ലാസ്സുകാരുടെ വിവരം പോലും ഈ വിഷയത്തിൽ ഇല്ലെന്നുള്ളത്. അതാണ് ഇതിനകത്തെ കാര്യം എന്ന് പറയുന്നത്. ഈ റിസർച്ച് എന്ന് പറയുന്ന ഈ മറ്റേ 10-60 വയസ്സായ കിളവന്മാരെ പറ്റിക്കാനുള്ള ഉഡായിപ്പാണ്. ഇവനല്ലാതെ അതിനകത്തൊരു 10 വയസ്സിൽ വിവരമില്ല. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇത് കാണുന്നവർക്കും ഇല്ലെന്നുള്ളതാണ് ഇതിന്റെ ഒരു പരിപാടി. അതാണ് ഇതിന്റെ ഒരു സാധനം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മറ്റുള്ളവർക്ക് വിവരമില്ല എന്നുള്ള കോൺഫിഡൻസിലാണ് ആരിഫ് ഇത്രയും കാലം ജീവിച്ചു പോയിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവനെ കാണുന്ന, ഇവനെ ശ്രവിക്കുന്ന ആൾക്കാർക്ക് ഇവനൊരു മണ്ടനാണ് എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ല എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ആരിഫിന്റെ പരിപാടി മുന്നോട്ട് പോകുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി അടുത്തൊരു സ്ക്രീൻഷോട്ട് ഇവർ കാണിക്കുന്നത് IPC സുഡാൻ പോലെയുള്ള സ്ഥലങ്ങളിൽ ഫാമിൻ ലൈക്ലി എന്നും ഗാസയിൽ ഫാമിൻ കൺഫേംഡ് എന്നും പറഞ്ഞു എന്നൊക്കെയാണ്. അതിൽ ഇവര് സുഡാനിലെ ഫാമിൻ ലൈക്ലി എന്ന് പറഞ്ഞു. ഓക്കെ, ഇത് ഇവരുടെ തന്നെ ഡോക്യുമെന്റ് ആട്ടോ, ടെക്നിക്കൽ മാനുവൽ ഫാക്ട് ഷീറ്റ്. അത് വേറൊരു 3ാമത്തെ ഡോക്യുമെന്റ് ഉണ്ട്. അതിലവര് പറയുന്നുണ്ട് ക്ലിയർ ആയിട്ട് ഇത്രയും ഏരിയ അവർ പോയി സ്റ്റഡി ചെയ്തു. ദ എക്സ്പീരിയൻസ് ഫാമിൻ ലൈക്ലി ഫേസ് 5 കണ്ടീഷൻസ്. അപ്പൊ അവിടെയാണ്, അപ്പൊ അവിടെ ഫാമിൻ ലൈക്ലി എന്ന് പറയാം. അപ്പൊ എന്താണ് ഇവിടെ എത്തുമ്പോ അങ്ങോട്ട് പറയാൻ പറ്റില്ല, അങ്ങോട്ട് ഒരു വിക്ക് പോലെ വരാം ഫാമിൻ ലൈക്ലി എന്ന് പറയാൻ. അവിടെ ഒരു പിടുത്തം, എന്തോ ഒരു പേടിയുള്ള മാതിരി. ഓക്കെ, പറഞ്ഞില്ലെങ്കിൽ ഹമാസ് പള്ളേ കത്തിയേറ്റ്. അതാണ് അതെ അതെ. ബേസിക്കലി സംഗതി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇവരുടെ വിശ്വാസം അമ്മാവന്മാരുടെ കാഴ്ചശക്തിയിലാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിലെ സംഗതി എന്ന് പറയുന്നത് 2022 തോന്നുന്നു ഈ ഫാമിൻ ലൈക്ലി എന്ന് പറയുന്ന ആ പദപ്രയോഗം IPC റിവൈസ് ചെയ്തിട്ട് ഫാമിൻ വിത്ത് റീസണബിൾ എവിഡൻസ്, ഫാമിൻ കൺഫേംഡ് വിത്ത് റീസണബിൾ എവിഡൻസ് എന്നാക്കണം എന്ന് പറഞ്ഞൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. അതിന്റെ കാര്യം വേറൊന്നുമല്ല, ഇന്റർനാഷണൽ ഏജൻസികളൊന്നും ഈ ഫാമിൻ ലൈക്ലി എന്ന് പറയുന്ന സമയത്ത് ഈ കാര്യങ്ങളെ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല, മീഡിയസ് തന്നെ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല എന്ന് പറയുന്ന ഒരു വിഷയം വന്നതുകൊണ്ടാണ് അവർ ആ ഒരു വാക്കുകൾ അവർ മാറ്റി. ഫാമിൻ ലൈക്ലി എന്ന് പറയുന്നതിന് പകരം ഇനി മുതൽ ഫാമിൻ കൺഫേംഡ് വിത്ത് റീസണബിൾ എവിഡൻസ് എന്നായിരിക്കും പറയുന്നത് എന്നുള്ളത്. അത് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ഇത് കഴിഞ്ഞ് പോകേണ്ട കാര്യമൊന്നുമില്ല. അവർ കാണിച്ചിരിക്കുന്ന ആ സ്ക്രീൻഷോട്ടിൽ തന്നെ ഇത് എഴുതി വെച്ചിട്ടുണ്ടെന്നുള്ളതാണ്. നിങ്ങളൊന്ന് സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അത് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാവം 10-60 വയസ്സായ അമ്മാവന്മാരുടെ കാഴ്ചശക്തിയിലുള്ള പിഴവുകളാണ് ഇവര് ചൂഷണം ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലാതെ വേറൊന്നുമില്ല. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IPC ഇന്നേ വരെ എവിടെയൊക്കെ ഫാമിൻ ലൈക്ലി അല്ലെ ഫാമിൻ കൺഫേംഡ് വിത്ത് റീസണബിൾ എവിഡൻസ് എന്ന് അവിടെയൊക്കെ ഫാമിൻ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. 100% സക്സസ് റേറ്റ് ആണ് IPCക്ക് ഈ വിഷയത്തിലുള്ളത്. ആ സമയത്താണ് ഇവന്മാർ വന്ന് ഈ ഫാമിൻ എന്ന് പറയുന്ന സാധനം ഡിനൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രൊപ്പഗണ്ട ഇറക്കുന്നതെന്ന് നമ്മളൊന്ന് ആലോചിക്കണം. അടുത്തതായി ഇവർ പറയുന്നത് IPC ഡാറ്റ മുക്കിയെന്നൊക്കെയാണ്. ഇതിലെങ്ങനെയാണ് ആൾക്കാരുടെ ഇഗ്നോറൻസിനെ ചൂഷണം ചെയ്തെന്ന് കാണണ്ടേ? ചില മറിമായങ്ങൾ നിങ്ങൾക്ക് കാണാം. അവിടുന്ന് ഇവിടെ എത്തുമ്പോഴത്തേക്കും ഡേറ്റ സെറ്റ് ഒന്നും കാണില്ല. എവിടെയോ പോയി. അപ്പൊ നമ്മൾ നോക്കിയാൽ എന്താണ് വാട്ട്സ് സോ സ്പെഷ്യൽ അബൌട്ട് ദാറ്റ് ഡേറ്റ സെറ്റ്? അവിടെയാണ് കളി. ആ ഡേറ്റ സെറ്റില് വാല്യൂ വളരെ കുറവായിരുന്നു. സോ ഇഫ് ദേ ഹാഡ് യൂസ്ഡ് ദാറ്റ് ഡേറ്റ സെറ്റ്, ഇതാണ് അവർ വിഴിഞ്ഞ ഡേറ്റ സെറ്റ്, മെഡ് ഗ്ലോബൽ
ആ ഡേറ്റ സെറ്റ് അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ദ നമ്പർ വുഡ് ഹാവ് ദ ത്രഷോൾഡ് അവർ മീറ്റ് ചെയ്ത, ഒരിക്കലും അവർ മീറ്റ് ചെയ്ത. അപ്പൊ അവർ ആ ഡേറ്റ സെറ്റ് മിണുങ്ങി. എന്നാലോ എന്നിട്ടും അവരത് അങ്ങോട്ട് ശരിയാവണില്ല. നമ്മളെ ജഗദീഷ് പ്രതിമ ഉണ്ടാക്കണവരാണ് ശരി. അപ്പൊ നിങ്ങൾ നോക്കുക എംഫിനെറ്റിന്റെ വാല്യൂ എന്തായിരുന്നു. എംഫിനെറ്റിന്റെ വാല്യൂ ആകെ 13 ഉണ്ടായിരുന്നുള്ളൂ. അതും കുറവാണ്, ബിലോ ദ ത്രഷോൾഡ്. അതും അവര് പകുതി വിഴുങ്ങി. അപ്പൊ ബേസിക്കലി നിങ്ങൾ ഇത്ര മനസ്സിലാക്കാം, അവര് സബ്സെറ്റ് ഓഫ് ഡേറ്റ എടുത്തു, എന്നിട്ട് അവർക്ക് കിട്ടിയ വാല്യൂ ആണ് എന്ത് 16.28. ഓക്കെ, 15 ആണല്ലോ ത്രഷോൾഡ്. അവരെങ്ങനെക്കോ അത് മീറ്റ് ആക്കി, പ്രതിമ ഒപ്പിച്ച്. ഞാൻ ആലോചിക്കുന്നത് ഇത് കണ്ടിരിക്കുന്ന ആൾക്കാരുടെ ഒരു മനസ്ഥിതിയാണ്. അസാമാന്യമായ വിവരക്കേടുണ്ടെങ്കിലേ IPC ഡേറ്റ മുണിയെന്നൊക്കെ പറയുമ്പോൾ അത് കേട്ടോണ്ട് വിശ്വസിച്ചോണ്ടിരിക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? ഒരു ബേസിക് ബോധമുള്ള ഒരുത്തന് ഒരു ഇന്റർനാഷണൽ ഏജൻസി നടത്തിയ പഠനത്തിൽ നമ്മ ഒരു ഡേറ്റ മുണിയെന്നൊക്കെ പറഞ്ഞു. ഇതെന്തുവാണ് ഇത്? ഹോമിയോപ്പതി ഒരു സ്റ്റഡിയാണോ ഇവർ ഈ നടത്തുന്നത്? ഏഹ് അതെന്താ ഇവർ വിചാരിച്ചിരിക്കുന്നത്? ഇവന്മാർക്കൊന്നും ഇതിനെക്കുറിച്ച് യാതൊരു ധാരണയില്ല. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ 10-60 വയസ്സുള്ള അമ്മമാർക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ധാരണയും ഇല്ലെന്നുള്ള കോൺഫിഡൻസിലാണ് ഇവന്മാർ ഈ ഇരുന്ന് തള്ളുന്നത്. എനിക്ക് 100% ഉറപ്പാണ്. ഇതിനകത്തെ വസ്തുത എന്ന് പറയുന്നത് IPC അതിന്റെ അവരുടെ അഡൻഡം ഇത് റിലീസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഇവർ യൂസ് ചെയ്തിരിക്കുന്ന ഫുൾ ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് ഞങ്ങൾ സ്ക്രീനിൽ കാണിക്കാം. ഈ ടേബിളിൽ കൊടുത്തിരിക്കുന്ന ഡേറ്റ ഉപയോഗിച്ച് നിങ്ങൾ കാൽക്കുലേഷൻ നടത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അവർ പറയുന്ന ഫിഗർ കിട്ടും. അതാണ് ഇതിന്റെ വസ്തുത എന്ന് പറയുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള ഡേറ്റയാണ് ഈ ടേബിളിലുള്ളത്. അത് ഉപയോഗിച്ച് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ള ഡേറ്റ നമുക്ക് കിട്ടും എന്നുള്ളതാണ് ഇതിനകത്തെ കാര്യം എന്ന് പറയുന്നത്. റിസൾട്ട് കിട്ടും. ഓക്കെ, പിന്നെ ഇതിനകത്ത് ഇവള് കാൽക്കുലേറ്റ് കഴിഞ്ഞാൽ അത് കിട്ടത്തില്ല എന്നുള്ളതാണ് വേറൊരു പ്രശ്നം. കാരണം ഇവൾക്ക് ഇതിന്റെ ABCD എണ്ണ അറിയാത്തവളാണിത്. സത്യം പറഞ്ഞു, ഇവയ്ക്ക് എണ്ണ അറിഞ്ഞൂടാ. ഞാൻ ചുമ്മാ പറഞ്ഞു, ഇവയ്ക്ക് എണ്ണ അറിഞ്ഞൂടാ. അവൾ ആ എടുത്ത് വെച്ചിരിക്കുന്നത് നോക്കുക, ആ സ്ക്രീനിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ആവറേജ് ആണ് എടുത്ത് വെച്ചേക്കുന്നത്. സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഒരു ബേസിക് ക്ലാസ്, ആ പടി എങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും. ഈ ഇത്തരം പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ്സിൽ വെയിറ്റഡ് ആവറേജസ് ആണ് എടുക്കുന്നത് എന്നുള്ളത്. ഇത് ഞാൻ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ക്ലാസ് എടുത്ത സമയത്ത് എനിക്ക് ഇതൊക്കെ ഒരുപാട് പ്രോബ്ലംസ് വർക്ക് ചെയ്യാനുണ്ടായിരുന്നു. എക്സാം ആയിട്ടും ഹോംവർക്ക് ആയിട്ടും എല്ലാം നമ്മൾ ഈ പ്രോബ്ലംസ് വർക്ക് ചെയ്യുന്നത്, ഇതിന് സമാനമായിട്ടുള്ള പ്രോബ്ലംസ് വർക്ക് ചെയ്യുന്നതാണ്. ഇതിനകത്തെല്ലാം നമുക്കറിയാം പോപ്പുലേഷൻ അനുസരിച്ച് വെയിറ്റ് ചെയ്തിട്ടാണ് ഇത്തരം ആവറേജസ് എടുക്കുന്നത് എന്നുള്ളത്. ഇവിടെയും അങ്ങനെ തന്നെയാണ്. ഗ്യാമിന്റെ വെയിറ്റഡ് ആയിട്ടുള്ള ആവറേജ് ആണ് ഇവിടെ എടുക്കേണ്ടത്. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള റിസൾട്ട് കിട്ടും. അല്ലാതെ ഈ എണ്ണ അറിയാത്ത ഇവിടെ കൊണ്ട് വെച്ചിട്ടൊന്നും പരിപാടി നടക്കില്ല കേട്ടോ. ഈ കളവന്മാരെ പറ്റിക്കാന്നല്ലാതെ വേറെ ഒരു പരിപാടി ഇതുകൊണ്ട് നടക്കില്ല. പണി അറിയാവുന്ന ആൾക്കാർ പണിയെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാനുള്ളൊരു ബോധമെങ്കിലും വേണം എന്നുള്ള അതിനകത്തെ കാര്യം. അതില്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഇത് കണക്ക് ഫ്രീ തിങ്കറാന്നൊക്കെ പറഞ്ഞ് യൂട്യൂബിൽ വന്നിരിക്കാന്ന് തോന്നുന്നു. പിന്നെ ഞാൻ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഞാനും പഠിച്ചിട്ടുണ്ട്. ഞാനും ബയോസ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഞാൻ പഠിച്ചത്. ഞാൻ പഠിച്ചിരിക്കുന്നത് ഇവിടെ നിംഹാൻസിൽ പോയിട്ട് ഒരു വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യാണ് ചെയ്തത്. അതിന്റെ സർട്ടിഫിക്കറ്റും എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ഓക്കെ, ഇവർ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, അതായത് എന്താണ് ഈ സംവരണം കാരണം ഒരുപാട് കഴിവില്ലാത്ത ആൾക്കാർ ഇങ്ങനെ എല്ലാ പൊസിഷൻസിലും ഇങ്ങനെ കയറി ഇരിക്കാന്നുള്ളത്. ഞാൻ എഴുതി തരികയാണ്, ഈ സംവരണം കാരണം ഈ അൺഡിസർവിങ് ആയിട്ട് കഴിവില്ലാത്തവരെന്ന് വിളിക്കുന്ന ഈ ആക്ഷേപിക്കുന്ന ഈ ആൾക്കാരുണ്ട്, ദളിതരും മുസ്ലിങ്ങളും മറ്റാൾക്കാരൊക്കെ. അവരുടെ കൂടെ ഇരുന്ന് ഇന്ന് ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എഴുതി കഴിഞ്ഞാൽ ഇവള് മാർക്കോ ഇവനോ ഇവക്കോ പാസ്സാവാൻ പറ്റത്തില്ലെന്ന് ഞാൻ എഴുതി തരാം. കാരണം ഇന്ന് SSLC എഴുതുന്ന പിള്ളേരോട് ഇരുന്ന് എഴുതിയാൽ ഇവന്മാർ പാസ്സാകത്തില്ല. അതാണ് നിലവിലെ, ദാറ്റ് ഇസ് ദ ട്രൂത്ത്. എണ്ണ അറിയാത്തവന്മാർ എങ്ങനെയാണ് പാസ്സാകുന്നത്? ഒരു സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ക്ലാസ് പഠിപ്പിച്ച് ആ കുട്ടികൾക്ക് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഒരു ക്ലാസ് കൊടുത്തിട്ട് അതിന്റെ എക്സാം എഴുതി കഴിഞ്ഞാൽ ഇവന്മാർ പാസ്സാകത്തില്ല. ഞാൻ എഴുതി തരാം. അവളുമാരാണ് സ്റ്റാറ്റിസ്റ്റിക്സിൽ എന്തോ ബിരുദം ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അമ്മാവന്മാരെ പറ്റിക്കാന്നുള്ളതേ ഉള്ളൂ. ഇതുകൊണ്ട് ഒരു കാര്യമില്ലെന്നുള്ളതാണ്. വേണേൽ ഭിത്തിയിലവിടെ അടിച്ചു വെക്കാം ആ സർട്ടിഫിക്കറ്റ്. ഞാൻ മറ്റേ നിംസിൽ പോയി അത് പഠിച്ചു എന്ന് പറഞ്ഞിട്ട് സർട്ടിഫിക്കറ്റ് ഭിത്തി അടിച്ചു വെക്കാം. അതല്ലാതെ ഒരു കാര്യമില്ല. ഇവനെ കൊണ്ടൊന്നും ഇവനാണ് മറ്റേ സയന്റിഫിക് പേപ്പറൊക്കെ പബ്ലിഷ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ആലോചിക്കണം എങ്ങനെ സയന്റിഫിക് പേപ്പർ പബ്ലിഷ് ചെയ്ത് പറയുന്നതിനാണ് അവിടെ കണ്ടോണ്ടിരിക്കുകയാണ്. ആവറേജ് ഡേറ്റ എടുത്തു കഴിഞ്ഞ് കിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് തലയാട്ടിക്കൊണ്ടിരിക്കുക അവൻ. ഇവനാണ് ഈ റിസർച്ച് ചെയ്തെന്ന് പറയുന്നത്. ഇവന് റിസർച്ച് ചെയ്യാന്നുണ്ടെങ്കിൽ സംവരണം വഴി വന്ന കുട്ടികൾക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല റിസർച്ച് ചെയ്യുന്നതിൽ. ഇത്രയും വിവരം കേട്ടവന് റിസർച്ച് പൊസിഷനിൽ ഇരിക്കാന്നുണ്ടെങ്കിൽ സംവരണം വഴി അവർക്ക് ഇതിനേക്കാളൊക്കെ 100 മടങ്ങ് വിവരമുള്ള ആൾക്കാരാണ്. എണ്ണാനെങ്കിലും അറിയാവുന്ന ടീംസാണ് ഈ മറ്റേ കോമ്പറ്റേറ്റീവ് എക്സാം എഴുതിയിട്ട് സംവരണം വഴി വരുന്നത്.
ഈ ആവറേജ് കൂട്ടാൻ അറിയത്തില്ലെന്നുണ്ടെങ്കിൽ എന്തായാലും അവർക്ക് ആ മിനിമം ത്രഷോൾഡ് മാർക്ക് പോലും മീറ്റ് ചെയ്യില്ല. ഓക്കെ. അപ്പൊ ഈ സംവരണം വഴി വരുന്ന കുട്ടികൾക്ക് ഇവനെക്കാളും കഴിവുണ്ട് ഇവളെക്കാളും കഴിവുണ്ടെന്നുള്ളത് എനിക്ക് എഴുതി തരാം 100% കോൺഫിഡൻസ്. IPC പറയുന്നത് ഗാസയിൽ മാൽന്യൂട്രീഷൻ എക്സ്പൊണൻഷ്യലായി കൂടുന്നുണ്ട് എന്നാണ്. നേരത്തെ പറഞ്ഞ പോലെ ഷാർപ്പ് ഇൻക്രീസ് ഉണ്ട്, എക്സ്പൊണൻഷ്യൽ ഇൻക്രീസ്. നിങ്ങൾ പല സ്ഥലത്തും ഈ വേർഡ് ഉപയോഗിക്കും. ഇപ്പൊ ഈ എക്സ്പൊണൻഷ്യൽ ഇങ്ങനെ ഭയങ്കര എല്ലാ സ്ഥലത്തും ഇങ്ങനെ വിതറിയിട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. FRC concludes that exponential rise in acute malnutrition is being followed by exponential rise in mortality rate. അപ്പൊ ഈ എക്സ്പൊണൻഷ്യൽ അവർക്ക് നിർബന്ധമായിരുന്നു എക്സ്പൊണൻഷ്യൽ കിട്ടുക എന്നുള്ളത്. എന്നാൽ അത് വെറും ലീനിയർ ആണെന്ന് കാണിക്കാൻ വേണ്ടി ഇവരൊരു ഗ്രാഫ് കാണിക്കുന്നുണ്ട്. ഇനി നിങ്ങൾ നോക്കാം കേട്ടോ, നിങ്ങൾക്ക് ഇത് വിഷ്വലി തന്നെ കാണാൻ പറ്റും. ഈ 3 മാസത്തിലുള്ള ഡേറ്റ നിങ്ങൾക്ക് വിഷ്വലി തന്നെ കാണാൻ പറ്റും. ഇത് എക്സ്പൊണൻഷ്യൽ എങ്ങനെയാണ് അത് നമുക്ക് അറിയില്ല. IPC അല്ല പഠിച്ചത്, ഇവക്കാണ്. ഇവക്ക് ഗ്രാഫ് വരയ്ക്കാൻ അറിഞ്ഞു, അതാണ് ഇതിന്റെ പ്രശ്നം എന്ന് പറയുന്നത്. ഇവക്ക് ഗ്രാഫ് വരയ്ക്കാൻ അറിയാത്തതുകൊണ്ട് IPC എന്തൊക്കെ പള്ളുകളിയാണ് കേട്ടത്. ഇവിടെ വരച്ചു വെച്ചിരിക്കുന്ന നോക്ക്. സാധാരണ രീതിയിൽ നമ്മള് ഒരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമുക്ക് അറിയാത്ത കാര്യമാണ്, ഇപ്പം മെയ് ജൂൺ ജൂലൈ മാസങ്ങൾ അനുസരിച്ച് നമ്മൾ വരയ്ക്കുന്നുണ്ടെങ്കിൽ ഓരോ മാസങ്ങൾ തമ്മിലും ഈക്വൽ ഡിസ്റ്റൻസ് ആയിരിക്കണം. മെയ് തൊട്ട് ജൂൺ വരെ ഒരേ ഡിസ്റ്റൻസ്, ജൂൺ തൊട്ട് ജൂലൈ വരെ ഒരേ ഡിസ്റ്റൻസ്, ഓഗസ്റ്റ് സെപ്റ്റംബർ ഒരേ ഡിസ്റ്റൻസ്. അങ്ങനെ ആയിരിക്കും നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്നത്. 10ാം ക്ലാസ്സിൽ നമ്മൾ SSLC ഗ്രാഫ് വരച്ചിട്ടുള്ള ഏതൊരാൾക്കും അറിയാവുന്ന കാര്യമാണ് ഇങ്ങനെയാണ് ഗ്രാഫ് വരയ്ക്കുന്നത് എന്നുള്ളത്. ഗ്രാഫ് വരയ്ക്കാതെ എക്സാം പാസ്സായി വരാൻ പറ്റും ഞാൻ വിചാരിക്കുന്നില്ല. ഓക്കെ. ഇവിടെ വരച്ചു വെച്ചിരിക്കുന്ന ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയ് ഉണ്ട്, ജൂൺ എവിടെയോ പോയി, ജൂൺ ഇല്ല. ജൂൺ എന്ന് പറയുന്ന ഒരു മാസമേ ഇല്ലെന്നാന്ന് തോന്നുന്നു ഇവിടെ പറയുന്നത്. എന്നിട്ട് ജൂലൈ നോക്കിക്കഴിഞ്ഞാൽ ഏർലി ജൂലൈ സെയിം ഡിസ്റ്റൻസ്, ലേറ്റ് ജൂലൈ വേറെ ഡിസ്റ്റൻസ്. ഇതെങ്ങനെ മെയ്യും ജൂണും ജൂലൈയും ഈക്വൽ ഡിസ്റ്റൻസ് ആയിരിക്കണം. ജൂലൈയുടെയും ഓഗസ്റ്റിന്റെ ഇടയ്ക്കാണ് ഈ ഏർലി ജൂലൈയും ലേറ്റ് ജൂലൈ എല്ലാം വരുന്നത്. ഇത് ഈ പറയുന്ന ഗ്രാഫ് വരയ്ക്കാൻ എക്സ് ആക്സിസ് വരയ്ക്കാൻ അറിയാതെ എന്തൊക്കെയോ കുറെ പോയിന്റുകൾ അവിടെ ഇട്ടിട്ട് ഈ ഗ്രാഫ് വരച്ച് വെച്ചിട്ട് പറയുകയാണ് ലീനിയർ ആണെന്ന്. ഇത് കറക്റ്റ് നിങ്ങൾ ഡിസ്റ്റൻസ് നോക്കി കറക്റ്റ് വരച്ചു കഴിഞ്ഞാൽ കറക്റ്റ് എക്സ്പൊണൻഷ്യൽ കർവ് തന്നെ നിങ്ങൾക്ക് കിട്ടും. അതാണ് ഇതിന്റെ സംഭവം. ഈ നമ്മളെ ടൈം യൂണിറ്റ്സ് കറക്റ്റ് ആയിട്ട് എടുത്ത് വരച്ചു കഴിഞ്ഞാൽ കറക്റ്റ് എക്സ്പൊണൻഷ്യൽ കർവ് ആയിട്ട് നിങ്ങൾക്ക് അത് കിട്ടും എന്നുള്ളതാണ് അതിന്റെ വസ്തുത. പിന്നെ ഞാൻ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഞാനും പഠിച്ചിട്ടുണ്ട്. ഞാനും ബയോസ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഞാൻ പഠിച്ചത്. ഞാൻ പഠിച്ചിരിക്കുന്നത് ഇവിടെ നിംഹാൻസിൽ പോയിട്ട് ഒരു വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യാണ് ചെയ്തത്. അതിന്റെ സർട്ടിഫിക്കറ്റും എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ഓക്കെ, ഇതാ ഞാൻ പറഞ്ഞത്. ഇവനും ഇന്ന് SSLC എഴുതി പാസ്സായി കഴിഞ്ഞാൽ ഞാൻ മൊട്ട അടിച്ചു വിടുന്നിരിക്കും, എഴുതി തരികയാണ്, എന്റെ ഗ്യാരണ്ടിയാണ്. ഇന്ന് SSLC എക്സാം എഴുതി പാസ്സായി കഴിഞ്ഞാൽ ഞാൻ മൊട്ട അടിച്ചു വിടുന്നിരിക്കും. ഇവർ ഈ പറയുന്ന സംവരണം വഴി വരുന്ന കഴിവില്ലാത്ത പിള്ളേര് SSLC എഴുതി പാസ്സായി തന്നെയാണല്ലോ ഇവിടം വരെ എത്തിയത്. അവരെക്കാളും അവരുടെ കൂടെ ഇന്ന് ഒരു എക്സാം എഴുതി കഴിഞ്ഞാൽ ഇവിടുമാർക്ക് പാസ്സാകാൻ പറ്റുന്ന എനിക്ക് സംശയമാണ്. അതാണ് എന്റെ കാര്യം എന്ന് പറയുന്നത്. ഗ്രാഫ് വരയ്ക്കാൻ അറിയാത്തവന്മാര്, എണ്ണ അറിയാത്തവന്മാരൊക്കെയാണ് ബാക്കിയുള്ളവരുടെ കഴിവിന്റെ കാര്യം പറയാൻ വേണ്ടി ഇരിക്കുന്നത്. അതാണ് ഇതിനകത്ത് എനിക്ക് മനസ്സിലാവാത്ത കോമഡി എന്ന് പറയുന്നത്. വളരെ എസ്റ്റാബ്ലിഷ് ആയിട്ടൊരു കോസൽ റിലേഷൻഷിപ്പാണ് ഈ മാൽന്യൂട്രീഷനും മോർട്ടാലിറ്റിയും തമ്മിലുള്ളത്. ഇത് നമ്മൾ എക്സ്റ്റെൻസീവ്ലി മറ്റു പഠനങ്ങളിലൂടെ നമുക്ക് അറിയാവുന്ന ഒരു ഫാക്റ്റാണ്. ഈ മാൽന്യൂട്രീഷൻ കൂടുകയാണെന്നുണ്ടെങ്കിൽ മോർട്ടാലിറ്റി കൂടുന്നുണ്ട്. നമുക്ക് വളരെ കോമൺ സെൻസിക്കലായിട്ട് ചിന്തിച്ചാലും മതി. അതല്ലാതെ തന്നെ എക്സ്റ്റെൻസീവ് സയന്റിഫിക് സ്റ്റഡിയിലൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കോസൽ റിലേഷൻഷിപ്പാണിത്. ഓക്കെ. അപ്പൊ അത് ഒരു ഒരു ജമ്പ് ആണെന്ന് പറഞ്ഞ രീതിയിലാണ് ഇവർ പ്രസന്റ് ചെയ്യുന്നത്. അൺജസ്റ്റിഫൈഡ് ആയിട്ടൊരു ജമ്പ് ഇവർ IPC നടത്തുന്നുള്ള രീതിയിലാണ് ഇവരത് പ്രസന്റ് ചെയ്യുന്നത്. ഇവന്മാരാണ് ശാസ്ത്രജ്ഞന്മാരാണ്, ശാസ്ത്രം നടത്തുന്ന ടീംസ് ആണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത്. These are the people who are bragging about scientific qualifications. ഒരു സയന്റിഫിക് പേപ്പർ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടോ? എനിക്കറിയത്തില്ല. ചുമ്മാ ജസ്റ്റ് പോയി ഗൂഗിൾ സ്കോളറിൽ എന്തെങ്കിലും ചുമ്മാ മാൽന്യൂട്രീഷൻ മോർട്ടാലിറ്റി ചുമ്മാ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതിനെക്കുറിച്ചൊരു പേപ്പറുകൾ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഇത് ഒരു ബേസിക് നോളജ് ഈ മേഖലകളിൽ ഇല്ലെന്നുള്ളതാണ് ഇതിന്റെ പ്രശ്നം എന്ന് പറയുന്നത്. പക്ഷെ എന്നാൽ അമ്മമാരെ പറ്റിക്കാൻ ഇത് മതി. അവർക്ക് പിന്നെ ഇതിനെ കുറിച്ച് യാതൊരു ചക്കയും തേങ്ങ അറിയത്തില്ല. മുസ്ലിങ്ങൾ എന്തെങ്കിലും പറയുന്നത് പറഞ്ഞ് കേൾക്കാൻ വേണ്ടിയിരിക്കുകയാണല്ലോ. അവർക്ക് ഈ പോയിന്റുകൾ പോലും കാണാൻ പറ്റത്തില്ല. പിന്നെ മെയ് ജൂൺ ജൂലൈ എത്ര മാസം ഉണ്ടെന്ന്, വർഷത്തിൽ എത്ര മാസം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞുതരാൻ പറ്റും. ആ ടീംസിന്റെ പോയിട്ടാണ് ഇവർ ഇതൊക്കെ പറഞ്ഞ് ഉടായി പഠിച്ച് ജീവിക്കുന്നത്. നാളെ ഉണ്ടോ ഇതിനൊക്കെ. പിന്നെ ഇതിനകത്ത് ഒരു വലിയൊരു ചാലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ വീഡിയോ ചെയ്യാനായിട്ടുണ്ടല്ലോ ഞങ്ങൾ കഷ്ടപ്പെട്ട കഷ്ടപ്പാടിന് കയ്യും കണക്കുമില്ല. കാര്യം ഇത്
ഇവന്മാര് ഈ പോയിന്റ് പറയുന്നത് വളരെ കുറച്ച് സ്ഥലത്താണ്. മെജോറിറ്റി ഓഫ് ദ വീഡിയോ എന്ന് പറഞ്ഞ ഇവന്റെയും ഇവളുടെയും കൊഞ്ചിക്കൊഴയാണ്. എന്റെ അമ്മോ, അത് കണ്ട് എന്റെ തോലി എരിഞ്ഞു പോയി. ഇവൻ കിടന്നങ്ങ് കൊഞ്ചിക്കൊഴഞ്ഞ് ഞാനാണെങ്കിൽ ക്രിഞ്ചടിച്ച്. എടാ, ഈ വാട്സാപ്പിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഈ ക്രീപ്പി അങ്കിളുമാര് കാണുമല്ലോ, ഈ പെമ്പിള്ളേർക്ക് മെസ്സേജ് അയക്കുന്ന ക്രീപ്പി അങ്കിളുമാര്, അവരെ വെല്ലുന്ന ലെവൽ ഓഫ് സാധനമാണ് ഇവനും അവളും കൂട്ടി ഇരുന്ന് അതിനകത്ത് കാണിക്കുന്നത്. പനിയും വന്ന വാർത്ത നശിപ്പിച്ച് ഓവറാക്കി ചടമാക്കി. സോറി അങ്ങനെ മുതലാളി. അത് വല്ലാത്തൊരു കഥയാണ്. അതാ ജസ്റ്റ് അത് എന്താണ് ജിന്ന് ജിന്ന് അല്ലല്ല നോട്ട് ദ പോയിന്റ് മിസ് ചാക്കോ. ചാക്കോ കുറച്ചു നേരം ഇവിടെ നിക്കണ്ടി വരും കേട്ടോ. അതെ ചാക്കോ ഒരു വലിയ നോട്ട്ബുക്കുമായിട്ട് നിൽക്കുന്ന. അതെ. ഓ, അതിനു വേണ്ടിയുള്ള സൈക്കോളജിക്കൽ ശ്രമമായിരുന്നു അല്ലേ? ശരി, അതിന്റെ ഇടയിൽ എനിക്ക് ടൂക്ക്. എനിക്ക് നിന്മാര് ട്യൂഷൻ എടുത്ത് കൊടുത്തേക്കാന്നു, നീ അമ്മമാർക്കല്ല വാട്സാപ്പിൽ വന്നിട്ട് പെമ്പിളർ ഇൻബോക്സിൽ അപരാധിക്കാനായിട്ട് ട്യൂഷൻ എടുത്ത് കൊടുക്കുന്ന പോലെയാണ് ആരിഫ് ഈ ഈ ലൈവിൽ ഇരുന്ന് കൊഞ്ചിക്കുഴയുന്നു. ലൈക്ക് യുനോ, നൗ ഐ നോ വേർ ദേ ഗെറ്റ് ദിസ് ഫ്രം. ഇറ്റ്സ് ടു ഹാർഡ് ടു വാച്ച് മാൻ. അത് കാണാനായിട്ട് അസാമാന്യമായിട്ടൊരു സഹനശേഷി ഉണ്ടെങ്കിലേ അത് കണ്ടിരിക്കാൻ പറ്റത്തുള്ളൂ. അമ്മ ഇത് ക്രിഞ്ചാണ്. പിന്നെ ഇതൊക്കെ പ്രസൻറ്റ് ചെയ്യുന്നതും ഇതുപോലത്തെ കഴിവേറികളുടെ മുന്നിലായതുകൊണ്ട് കുഴപ്പമില്ല.